Hello human, it's me, Octopus. Welcome to my world. മുകേഷ് എംഎൽഎക്കെതിരെ വീണ്ടും ലൈംഗികാരോപണം. ബാബുരാജ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർക്കെതിരെയും ആരോപണം. അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാനാകാതെ സിനിമ വിട്ടെന്ന് നടി മിനു മുനീർ. മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു. മുകേഷിനെ പിന്തുണയ്ക്കാതെ സിപിഐ, രാജിയില്ലെന്ന് സിപിഎം നേതൃത്വം. രേവതി സമ്പത്തിനെതിരെ ഡിജിപിക്ക് പരാതി നൽകി നടൻ സിദ്ദിഖ്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പണം തട്ടാൻ നോക്കിയവരും അവസരം കിട്ടാത്തവരുമെന്ന് മണിയൻപിള്ള രാജു. സംവിധായകൻ തുളസിദാസ് മോശമായി പെരുമാറിയെന്ന് നടി ഗീതാ വിജയൻ. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലപ്പത്തുനിന്ന് സ്പർജൻ കുമാറിനെ മാറ്റണമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോപണങ്ങളേറിയതോടെ വെട്ടിലായി അമ്മ നേതൃത്വം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുന്നതിൽ അവ്യക്തത. വന്ന് ഏത് വാർത്ത വിശ്വസിക്കണം, ഏത് വാർത്ത വിശ്വസിക്കേണ്ട എന്നുള്ള ഒരു സിറ്റുവേഷനാണ് വന്നു പോകുന്നത്. ജയസൂര്യ, മുകേഷ്, ഇടവേള ബാബു, സുധീഷ്, പിന്നെയും കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ. മാമുക്കോയ, സിദ്ദിഖ്, രഞ്ജിത്ത്, ഇനി ആരൊക്കെ വരാൻ കിടക്കുന്നതാണ് തലപ്പത്തിരിക്കുന്ന. ഇനി അവൻ്റെയൊക്കെ പേര് വരാൻ പോകുന്നു. ബാബുരാജനെ വരെ എന്ന് പറഞ്ഞു. ബാബുരാജനെ വരെ പറയുന്നു പറഞ്ഞാൽ ബാബുരാജനും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. ഇന്നലെ ഏറിക്കറിയ ധർമ്മജൻ്റെ കേസ് ഇനി എന്ന് വരും എന്ന് പറഞ്ഞൂടെ. കാരണം അത് ഏറെ കയറേണ്ടതില്ല. ഇനി അവരുടെ അടുത്ത് മോശമായിട്ട് പ്രവർത്തിച്ചെന്ന് പറഞ്ഞിട്ട് അതിനായിരിക്കും ഇനി. അല്ല, ഈ സിനിമ ഫീൽഡ് ഇത്രയും വേസ്റ്റാണോ? ഇത്രയും മോശമാണോ? മോശമാക്കുന്നത് ആരാണ്? ഇവനെയൊക്കെ എല്ലാത്തിൻ്റെയും പോലീസ് പിടിച്ചിട്ട് കറക്റ്റ് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ എല്ലാത്തിൻ്റെയും വായിൻ്റെ കറക്റ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരും. അല്ലെങ്കിൽ കള്ളത്തരം പറയുകയാണെങ്കിൽ എന്നെല്ലാം നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക. നുണപരിശോധിച്ച് ആ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തു വരും. ഇല്ലെങ്കിൽ തെളിവ് കൊണ്ട് എല്ലാം പെടുത്തില്ലേ. അപ്പോൾ ആ മൊഴിയിലും പരമൊഴിയിലും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെളിവ് എവിടെ? പിന്നെ റിപ്പോർട്ട് ചാനലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ലോട്ടറി അടിച്ച പോലെയാണ് എന്തെങ്കിലും ഒരു കേസ് കിട്ടും. ആദ്യം അർജുൻ്റെ കേസ്, പിന്നെ വയനാട്, ഇപ്പോൾ ഇത് വിളിച്ച് വരുത്തി ആരെങ്കിലും നാണം കെടുത്താൻ പറ്റുമെങ്കിൽ അവർ മൊത്തം നാണം കെടുത്തി ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരാളെ വായിൽ നിന്ന് എന്ത് വൃത്തിയായിട്ട രീതിയിൽ പുറത്ത് വരാൻ വേണ്ടി ഇവരൊക്കെ ഇത്രയും ക്രിമിനലായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരൊക്കെ ചാനൽ കൊണ്ടുവന്നത്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പല വൃത്തികേടുകളും അവർ തയ്യാറാണ്.